ചൈനയും റഷ്യയും ജപ്പാനും കൊറിയയും ബംഗ്ലാദേശും ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളുമായി കൈപിടിച്ചാണ് സൗദി അറേബ്യ 2023 നടന്നു തുടങ്ങിയത്. നിക്ഷേപാവസരത്തിനൊപ്പം രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഖത്തറുമായി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം കൂടുതൽ രാജ്യങ്ങളുമായി ഹൃദയം ചേർക്കുന്ന സൗദിയെ ആണ് കണ്ടത്. അതിലേറ്റവും വലിയ നീക്കമായിരുന്നു ഇറാനുമായുള്ള ബന്ധം. ഇതിനു പിന്നാലെ ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ ബന്ധങ്ങളിലെല്ലാം സൗദി അറേബ്യ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു. ഒക്ടോബർ 7 മാസങ്ങളായി നീണ്ടുനിന്ന ഇസ്രയേലിന്റെ അധിനിവേശത്തിൽ പൊറുതിമുട്ടി ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിലൂടെ പശ്ചിമേഷ്യയുടെ ഉള്ളു വീണ്ടും ആളിക്കത്തുകയാണ്. അയൽ രാജ്യങ്ങളുമായും ലോകരാജ്യങ്ങളുമായും മുമ്പെങ്ങുമില്ലാത്ത വിധം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന സൗദി അറേബ്യയാണ് ഈ വർഷം കണ്ടത്. 2024 കടന്നെത്തുമ്പോൾ ചിത്രം പക്ഷേ വ്യത്യസ്തമാണ്. എന്തായിരിക്കും പശ്ചിമേഷ്യയിലെ വരും കാലങ്ങളിലെ രാഷ്ട്രീയ ചിത്രം? സൗദി അറേബ്യയിൽ എന്തായിരിക്കും ഈ വർഷങ്ങളിൽ ഇനി സംഭവിക്കുക? കാണാം. 2023 സൗദിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാന ഏടായിരിക്കും. മാർച്ച് 16 അതിൽ സവിശേഷ സ്ഥാനവുമുണ്ടാകും. 7 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ സൗദി അറേബ്യയും ഇറാനും ധാരണയിലെത്തിയത് മാർച്ചിലാണ്. മാർച്ച് 10 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് മുൻകൈയെടുത്ത് നടത്തിയ ശ്രമങ്ങളാണ് ഇതിന് വഴിയൊരുക്കിയത്. ഏപ്രിൽ 6 ചരിത്ര നിമിഷം സമ്മാനിച്ച് സൗദിയുടെയും ഇറാന്റെയും വിദേശകാര്യമന്ത്രിമാർ കൈകൊടുത്തു. ഇറാനും സൗദിയും തമ്മിൽ വിമാന സർവീസുകൾ വേഗത്തിൽ പുനരാരംഭിക്കുവാനും അന്ന് തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ വിസ അനുവദിച്ചു തുടങ്ങുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു അറബ് രാജ്യങ്ങളുടെ യോഗം. മെയ് 19 അറബ് രാജ്യങ്ങളെ സംഘർഷങ്ങളുടെ മേഖലയാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം ആദ്യമായി ഇറാൻ വിദേശകാര്യമന്ത്രി സൗദിയിലെത്തിയത് ഓഗസ്റ്റ് 17 ഒക്ടോബർ 12 ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷമാണ് ആദ്യമായി ഇറാൻ പ്രസിഡന്റും സൗദി കിരീടാവകാശിയും തമ്മിൽ ചർച്ച നടത്തുന്നത്. നവംബറിൽ ഗസ വിഷയത്തിൽ സൗദി നേതൃത്വം നൽകിയ അസാധാരണ സമ്മേളനത്തിനും സൗദി അറേബ്യ സാക്ഷ്യം വഹിച്ചു. അന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും നേരിട്ടെത്തി. പക്ഷേ സമ്മേളനം ശ്രദ്ധേയമായത് മറ്റു ചിലരുടെ സാന്നിധ്യത്താലാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി 10 വർഷത്തിനു ശേഷം ഒരു ഇറാൻ പ്രസിഡന്റിന്റെ ആദ്യ സന്ദർശനമായിരുന്നു ഇത്. ഇതോടെ നിലവിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായ ബന്ധത്തിലാണ് ഇപ്പോഴും ഇറാനും സൗദിയും. ഇതായിരുന്നു 2023 സൗദിയുടെ രാഷ്ട്രീയ ചിത്രത്തിലെ സുപ്രധാന ഏട്. രാഷ്ട്രീയ ഭിന്നതയുള്ള സിറിയയുമായും സൗദി അറേബ്യ കൈകൊടുക്കുന്നതിന് 2023 സാക്ഷ്യം വഹിച്ചു. ഏപ്രിൽ 19 10 വർഷത്തിലേറെയായി അറബ് മേഖലയിൽ നിന്നും രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു നിന്ന സിറിയയുടെ ബഷാറുൽ അസദിനെ കെട്ടിപ്പിടിച്ചാണ് ഏപ്രിൽ 19 ജിദ്ദയിലെ അറബ് ലീഗ് സമ്മേളനത്തിലേക്ക് സൗദി കിരീടാവകാശി അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഏപ്രിൽ 23 സങ്കീർണമായ സുഡാനിലെ രാഷ്ട്രീയ പ്രശ്നം ശക്തി പ്രാപിച്ച ദിനമായിരുന്നു. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അവിടെ കുടുങ്ങിയ വിദേശികളെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ആരംഭിച്ചതും അന്നാണ്. അതും ലോകശ്രദ്ധ നേടി. യമനിലെ സ്ഥിതിയും സമാധാന നീക്കവുമായിരുന്നു 2023 മറ്റൊരധ്യായം. യമന്റെ സുപ്രധാന മേഖലകൾ കൈയടക്കി വെച്ചിരിക്കുന്നത് നിലവിൽ ഹൂത്തികളാണ്. യമനിലെ യുദ്ധം അവസാനിപ്പിച്ച് സൗദിയുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് സൻആയിൽ തുടക്കമായത് 2023 ഏപ്രിൽ 10 ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ഇത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള തടവുകാരുടെ കൈമാറ്റത്തിനും അന്ന് തുടക്കമായി.
പിന്നീട് സമ്പൂർണമായ വെടിനിർത്തലും തുടങ്ങി. സെപ്റ്റംബർ 26-ന് യമനിൽ നിന്നും ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിൽ 2 ബഹ്റൈൻ സൈനികർ അസീറിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇതോടെ വീണ്ടും സംഘർഷം തുടങ്ങുമോ എന്ന ആശങ്കയുണ്ടായി. എന്നാൽ ഏറ്റുമുട്ടലില്ലാതെ നിലവിലും സമാധാന വഴികളിലേക്ക് നീങ്ങുന്നതാണ് പുതിയ കാഴ്ച. പക്ഷേ ഇതിനിടയിലെ ഗസ യുദ്ധം സംശയങ്ങൾ ബാക്കി നിർത്തുന്നുണ്ട്. ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾ ഹൂത്തികൾ ആക്രമിച്ചിട്ടും സൗദി സായുധമായി ഇടപെടാത്തത് ഇനിയൊരു സംഘർഷം ആഗ്രഹിക്കാത്തതിനാലാണ്. ഹൂത്തികളുമായുള്ള ചർച്ചയ്ക്കും റിയാദ് നേരിട്ട് സാക്ഷിയായിട്ടുണ്ട്. 16 വർഷങ്ങൾക്ക് ശേഷം ഫലസ്തീനിലെ ഹമാസിനെയും ഭരണകക്ഷിയെയും ചേർത്തുള്ള ചർച്ചയ്ക്ക് സൗദി അറേബ്യ ഒരുങ്ങിയിരുന്നു. ഇതിനായി ഈ വർഷം ജിദ്ദയിൽ വെച്ച് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായും ഹമാസ് നേതാക്കളുമായും സംയുക്തമായൊരു ചർച്ചയ്ക്ക് സൗദി അറേബ്യ ശ്രമം നടത്തിയിരുന്നു. ഖത്തറിന്റെ പിന്തുണയിൽ ഹമാസ് നേതാക്കൾ ഇതിനായി ജിദ്ദയിലെത്തുകയും ചെയ്തു. എന്നാൽ ചർച്ച സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതുകഴിഞ്ഞ് സെപ്റ്റംബർ 21-നാണ് ഇസ്രയേലുമായി ബന്ധം അടുത്തുവരുന്നതായും ഇതുവരെ നടന്നത് മികച്ച മധ്യസ്ഥ ചർച്ചകളാണെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഫോക്സ് ന്യൂസിന് അഭിമുഖം നൽകുന്നത്. ഫലസ്തീൻ ഞങ്ങൾക്ക് പ്രധാനമാണെന്നും ബന്ധം പുനഃസ്ഥാപിക്കും മുമ്പ് ഫലസ്തീന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ടെന്നും സൗദി കിരീടാവകാശി പറഞ്ഞിരുന്നു. ഇസ്രയേൽ സൗദി നീക്കത്തെ അഭിനന്ദിച്ചെങ്കിലും ഫലസ്തീനു വേണ്ടിയുള്ള സൗദിയുടെ വാദത്തെ ഇസ്രയേൽ തള്ളുന്നതാണ് പിന്നെ കണ്ടത്. ഇസ്രയേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തീവ്രമായ ഭരണകൂടമാണ് നെതന്യാഹുവിൻ്റേത്. അവർ ഫലസ്തീൻ ഉപാധിയായി വെച്ചുള്ള ഒരു കരാറും അംഗീകരിക്കില്ലെന്ന് യുഎസിനും അറിയാമായിരുന്നു. 1967 അതിർത്തികളോടെ ഫലസ്തീൻ രാഷ്ട്രം പിറന്നാൽ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധത്തിന് തയ്യാറാണെന്ന് സൗദി പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. വിട്ടുവീഴ്ചയ്ക്ക് പക്ഷേ ഇസ്രയേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. മാസങ്ങളോളം നീണ്ടുനിന്ന ആക്രമണങ്ങൾക്കും അധിനിവേശങ്ങൾക്കും കെടുതികൾക്കുമൊടുവിൽ ഒക്ടോബർ 7-ന് ഇസ്രയേലിന്റെ അടിക്കല്ലിളക്കി ഹമാസ് ആക്രമണം നടന്നു. ഇതോടെ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഫലസ്തീൻ വിഷയം ലോക ശ്രദ്ധയിലും അറബ് ശ്രദ്ധയിലും സജീവമായി വീണ്ടുമെത്തി. അറബ് രാഷ്ട്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയതായിരുന്നു ഈ വിഷയത്തിൽ ഹമാസിന്റെ നീക്കം. ചെറു സംഘമാണെങ്കിലും ദീർഘകാല യുദ്ധത്തിന് തയ്യാറായാണ് ഹമാസ് ഇതിന് മുതിർന്നതെന്ന് 3 മാസമായിട്ടും ഇസ്രയേലിനെ മുൾമുനയിൽ നിർത്തുന്ന ഹമാസിന്റെ പ്രതിരോധം തെളിയിക്കുന്നു. ഈ യുദ്ധം പടരാതിരിക്കാൻ അതീവ ജാഗ്രത സൗദി പുലർത്തിയത് പ്രകടമാണ്. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ മുഴുവൻ ഹമാസിനെതിരെ നിന്ന ഘട്ടം. സൗദിയോടക്കം ഹമാസിന്റെ ഇസ്രയേലിലെ നീക്കത്തെ അപലപിക്കാൻ ആവശ്യപ്പെട്ടിട്ടും സൗദി ഇതുവരെ അതിനു വഴങ്ങിയിട്ടില്ല. നിലവിൽ ചെങ്കടലിലെ ഹൂത്തി ആക്രമണത്തിനെതിരായ US സജ്ജീകരിച്ച സഖ്യവും സൗദി പിന്തുണക്കാതിരുന്നതോടെ പൊളിഞ്ഞതാണ് ചിത്രം. പശ്ചിമേഷ്യയിൽ ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ സമാധാനമുണ്ടാകില്ല. അത് സൗദി അറേബ്യക്കും അറിയാം. ഇതിനായി സൗദി വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ OICയുടെയും അറബ് ലീഗിന്റെയും രാഷ്ട്രങ്ങൾ അംഗങ്ങളായ ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കാൻ യൂറോപ്പിലേക്ക് ഈ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധി സംഘവും എത്തി. എല്ലാവരും അംഗീകരിച്ചിട്ടും ഇസ്രയേൽ മാത്രം അത് അംഗീകരിച്ചിട്ടില്ല. ഗസ വിഷയത്തിൽ യുദ്ധം പടരാതിരിക്കാൻ ഇറാൻ, ലെബനോൻ, സിറിയ, തുർക്കി, ലെബനോനിലെ ഹിസ്ബുള്ള തുടങ്ങി ഹമാസിനെ പിന്തുണക്കുന്ന കക്ഷികളെന്ന് ആരോപണമുള്ള ഒരു കക്ഷികളും ഇതുവരെ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. തുടങ്ങി വെക്കും പോലെ എളുപ്പമുള്ളതല്ല യുദ്ധം അവസാനിപ്പിക്കലെന്ന് ഇസ്രയേലിന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. ഈ രാഷ്ട്രങ്ങൾ നേരത്തെ തന്നെ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നതാണ് കാരണം. യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രമാണെന്ന് അറബ് രാഷ്ട്രങ്ങൾക്കറിയാം. സമ്മർദ്ദങ്ങളും അന്താരാഷ്ട്ര പിന്തുണയും ഉപയോഗപ്പെടുത്തി മാത്രമേ ഫലസ്തീനികളുടെ അവകാശ സംരക്ഷണത്തിന് സാധിക്കൂ. അനിശ്ചിതമായി തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധി പശ്ചിമേഷ്യയിലുണ്ട്. അത് ഏത് ദിശയിലേക്കാകും നീങ്ങുകയെന്ന ആശങ്കകൾക്കിടെയാണ് 2024 കടന്നെത്തുന്നത്.